കിങ്ങിണിമോളുടെ ഹാഗേസ് ഒക്കെ വെച്ചാൽ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. കിങ്ങിണിക്കുട്ടിയും ഞാനും മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ ഇറങ്ങി നിൽക്കേ, ഇവിടെ ഇറങ്ങി നിൽക്കുക. പിന്നെ കിങ്ങിണിക്കുട്ടിയും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മുവും വിഷ്ണു കൂടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ പ്രമാണിച്ച് എന്തൊക്കെയോ കുട്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് കേട്ടോ. ബാക്കി സാധനങ്ങളെല്ലാം ഇന്നലെ തന്നെ ചേട്ടാ ഇവിടെ സംഘടിപ്പിച്ച് എല്ലാം ഇവിടെ എത്തിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം ആൾക്കാരൊന്നുമില്ല, നമ്മൾ വീട്ടുകാരും നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു 5-6 പേരും അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അത് നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചേക്കുക. എന്തായാലും അവിടെ വെച്ച് അവർ പിറന്നാൾ ആഘോഷിച്ചിട്ട് എനിക്കും ചേട്ടായിക്കും സന്തോഷമാകട്ടെ എന്ന് എഴുതിക്കൊണ്ടല്ലേ ഇവിടെ വന്നിട്ട് അത്രയും ചെയ്തേനെ. ഇതുണ്ടോ നല്ല ഹെയർ ബാൻഡൊക്കെ കൊച്ചിൻ്റെ കമ്മൽ കണ്ടോ, എന്ത് ചെയ്താൽ സ്ലൈഡും ക്ലിപ്പും ഒന്നും വെക്കാൻ സമ്മതിക്കില്ല, ഹെയർ ബാൻഡും ഒന്നും വെക്കാൻ സമ്മതിക്കില്ല. ഞാൻ എന്നിട്ട് കൂടെ പറയൂ അമ്മച്ചി പിടിച്ചൊന്ന് ചുണ്ടിരി കമ്മൽ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രം ഒന്ന് കാണിച്ചു കൊടുത്തേ അവരെ. കമ്മല് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, നല്ല കമ്മലാണ്. ചൂനയും കിങ്ങിണിക്കുട്ടിയും കൂടെ കല്യാണിക്കുട്ടിയും കൂടെ കളിക്കുമായിരുന്നു കേട്ടോ ഇത്രയും നേരവും. എന്നിട്ട് ഇപ്പം പരിക്കാത്തോട്ട് കയറി വന്ന. അപ്പം ഞാൻ പറഞ്ഞോ ഇതാണ് കളി, എന്ത് ചെയ്താൽ മുടിയും വെട്ടാൻ അപ്പനും അമ്മയും സമ്മതിക്കില്ല, അവളോട്ട് കെട്ടിവെക്കാനും സമ്മതിക്കില്ല. ഓ അടിപൊളി സെറ്റ്, സൂപ്പർ. അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആയിരിക്കും. എനിക്കറിയാം എല്ലാവരും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്, ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ഒക്കെ തിരക്കും കാര്യങ്ങളും അങ്ങോട്ടും വീട്ടിലോട്ടും ഒക്കെ പോകുന്ന ദിവസങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇച്ചിരി വ്യൂസ് ഒക്കെ കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നും വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ പോലെ ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയ വർഷം നല്ലൊരു വർഷമൊക്കെ ആയി തീരട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. പിള്ളേർ വന്നെന്ന് തോന്നുന്നു. അതോ കല്ല് വന്നു കേട്ടോ. അത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അവിടെ ലോറി കല്ല് വന്നിട്ടുണ്ട്. ചിറ്റപ്രാവശ്യം അയച്ചെണ്ണാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെയും കെട്ടി റെഡിയാക്കി എല്ലാം നല്ല ഒരു സെറ്റ് വീടൊക്കെ നമ്മുടെ വീട്ടിലും റെഡി വരട്ടെ അല്ലേ. അപ്പോൾ നല്ലതല്ലേ, അയൽവക്കക്കാരൊക്കെ കൂടുതൽ നല്ലതല്ലേ. അപ്പോൾ അതിന് കല്ല് വന്ന് ഇറക്കുന്ന അപ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി വീഡിയോ ഉണ്ടോ. ലോറിയെ വന്ന് കല്ലിറക്കുന്നതാണ്. അത് ചിറ്റപ്പാൻ ഷായിച്ചേണ്ണാന്ന് തോന്നുന്നു കേട്ടോ. ഷായിച്ചേണ്ണ തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടെയും നല്ല കെട്ടി തിരിച്ച് നല്ല സെറ്റാവും. നല്ലതായിരിക്കും കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമുക്കേ വീടിനെ വണ്ടി വന്നു, ലോറി വന്നു, കല്ല പിന്നെ എന്നാ വണ്ടിയാ, വണ്ടിശാനയോ, ലോറി, ടിപ്പർ, പിന്നെ അതെന്നാ, അത് ലോറി അല്ലേ, അത് ടിപ്പർ. എൻ്റെ പൊന്നെ അത് ലോറി അല്ല കേട്ടോ, അത് ടിപ്പർ. എൻ്റെ ചെയ്യമേ, ഇത് കണ്ടോ ഫ്രണ്ട് തുടങ്ങി ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് കണ്ടോ പൊക്കണോ, പൊക്കുന്ന കണ്ടു കണ്ടോ, അത് പൊക്കുന്ന കണ്ടോന്ന്. എല്ലാം തിരിഞ്ഞ് മനസ്സിലായി വരുന്നതേ ഉള്ളൂ കേട്ടോ. 10-15 ദിവസം നിൽക്കുമ്പോൾ ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേനും അവള് പോവും. ഇത് തന്നെ കളി. എല്ലാം പൊട്ടിച്ച് കുളവാക്കി. ഇതേ കണ്ടോ, പൊട്ടിച്ച് കുളവാക്കി ഇരിക്കുന്നത് കണ്ടോ. ഞാൻ നോക്കുമായിരുന്നു നീ കഴുകുന്നുണ്ടോന്ന്. വേണം അനീഷിനോട് കൂടെ ഒന്ന് കഴുകിക്കോളാം പറ, അനീഷിന്റെ കാറൂടെ. ഇപ്പം തരയല്ലേ, നമ്മുടെ കഴിയുമ്പോൾ അവരുടെ തരയുന്നുണ്ട്, അത് വേണമെങ്കിൽ കഴിക്കോട്ടെ. അടിപൊളി, നന്നായിട്ട് പോകൂല്ലേ. ഇത് പറഞ്ഞാലും മേടിച്ചേക്കാം അല്ലേ. സൂപ്പർ. അവൻ്റെ ഇത് കഴുകി മിന്നി തിളക്കി അവിടെ കൊണ്ട് ഇട്ട് കേട്ടോ. അയ്യോടാ മോനെ, ഞാൻ എന്നും കഴുകുന്ന ഞാൻ എടുക്കും. അതിന് എന്നെ സേവരിയാനെ കളിയാക്കും. പക്ഷെ എല്ലാവരും എന്നെ കളിയാക്കും, എന്നും ഈ കഴുക്ക് കാണണേന്നൊക്കെ. മേടിക്കുമ്പോൾ ഒരാഴ്ചത്തേന് എല്ലാവരും കൊണ്ടുപിടിച്ച് കഴുക്കാം, അത് കഴിയുമ്പോൾ കാണണേന്നൊക്കെ പറഞ്ഞ അയലൊക്കങ്ങാരൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു എന്നെ. അയ്യോ അല്ല കുഴപ്പമില്ല, വല്ലപ്പോഴും മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ ഒന്ന് വരുന്നുള്ളൂ. അന്നേരം ഒന്ന് വണ്ടി കയ്യിൽ തന്നെ പറഞ്ഞി നിന്റെ കെട്ടിയ ഈ അടുത്ത പ്രാവശ്യം പോലെ ഒരു പണിയും തരുന്നില്ലടാ. ഇല്ല കഴിഞ്ഞു ബാക്കി വെച്ചേക്കതേ. അല്ല ബാക്കി ഇച്ചിരി വീട്ടിലും കൂടി ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ചേട്ടാ പറഞ്ഞു വേണ്ട അടുത്ത പ്രാവശ്യം ഇനി അവർ വരുമ്പോൾ എന്നേലും പണി കൊടുക്കണ്ടായിരുന്നു. നീ ദൈവത്തെ ഓർത്ത് ഈ പ്രാവശ്യം ചെയ്യിപ്പിക്കലെന്ന്. അത് എത്രേ ഉള്ളൂ. നെല്ലുപോലെ തറത്തിക്കാണ്ട് വെള്ളം ഒഴുകുന്നു. ഹായ് കൊച്ചിനെ ഹായ്. ഇപ്പൊ ഞങ്ങളുടെ ജെസിയാൻ്റെ ഞങ്ങളെ കയറിത്താമസം വിളിച്ചു എന്ന് പറ. ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള ജെസിയാൻ്റെ ഞങ്ങളെ കയറിത്താമസം വിളിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞോണ്ട്. കൊച്ചു വരുന്നുണ്ടോ കയറിത്താമസത്തിന്? കട്ടപ്പന
ഓ വണ്ടി കഴിയുമോ? അച്ചു പറയണേ വണ്ടി കഴിയാൻ അച്ചുവിനും പറ്റുന്നു. ആ അത് സിന്ധുവിന്റെയാ. ഇന്നലെ പറഞ്ഞ് ഇതെല്ലാം ബാപ്പുവാ പഠിപ്പിച്ചു വെക്കുന്നത്. ആണോ? ഏത് മാറ്റിക്കൊണ്ട് എടുക്കാനോ? ആ അതെവിടെ ഇട്ടിട്ട് കഴിയും? അല്ല ഈ ചെളി കഴുകി മാറ്റിയിട്ട് കഴിയാൻ മതി. അല്ല മാറ്റാനോട്ട് വീണ്ടും ചെളി പിടിക്കല്ലേ? അല്ല പക്ഷെ മാറ്റാനോട്ട് ചെളി പിടിക്കല്ലേ അവിടുന്ന്? ഇല്ലേ? ആ ചേട്ടാ ഉണ്ട് പറഞ്ഞേടി ഒരു കപ്പളങ്ങ പറിച്ച് തിളപ്പിച്ച് വെക്കണേന്ന്. അപ്പോൾ അവിടെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കഴിഞ്ഞാൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ട് കപ്പളങ്ങ. നമുക്ക് കപ്പളത്തിന് തൈ കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടുമൂളി അപ്പച്ചഞ്ഞാൻ്റെയൊക്കെ പറമ്പിൽ നിൽപ്പുണ്ടേ. അപ്പം ഞാൻ എന്നാൽ പച്ച പറിക്കാമെന്ന് ഓർത്ത് പോയി പറിച്ചതാണ്. 3 എണ്ണം പറിച്ചു കേട്ടോ. ഇതൊരു വലുതായിരുന്നു, ബാക്കി 2 ചെറുതും. എല്ലാം ചെനച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസം ചെനച്ചത് തിന്നത് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടാണ്. ഇതിപ്പോൾ എന്ത് നന്നായിട്ട് പഴുത്തു. അപ്പം ഞാനോർത്ത് ഇപ്പം ഈ ചൂട് സമയത്ത് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ തിന്നോളൂല്ലോ എല്ലാവരും. ഒരു വളമില്ലാത്ത സാധനമല്ലേ. അതിപ്പോൾ അവർ പറിക്കുന്നേ ഇല്ല. പഴുത്ത് മൊത്തം കിളി തേച്ചു പോവാ. അപ്പം എന്തായാലും ഞാൻ ചെത്തി കൊടുക്കട്ടെ. വേണ്ട പഴുത്ത് എന്നാടി ഇതിൻ്റെ കെട്ടിയോട് ഇച്ചിരി പോഷകാഹാരത്തിൻ്റെ കുറവുണ്ട്. തോന്നി കൊച്ചിന് കൊടുക്കടി. ഇത് എത്രണ്ണോ പഴുത്ത് പോകുന്നറിയോ? അവരത് പറിക്കുന്നേ ഇല്ല. ഞാൻ ഇന്നലെ കയറിയ പച്ച പപ്പായ്ക്ക് കപ്പങ്ങപ്പഴം പണിയെടുക്കുന്നിടത്തോട്ട് കൊടുക്കടി. ലൈറ്റൊക്കെ ഇടാ. ഇത് തന്നെ അടിപൊളി സംഭവം കേട്ടോ. അല്ല അടിപൊളി സംഭവമാ അല്ലേ? അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഉള്ളതൊക്കെ ഒന്നിച്ച് അടിയിലൊക്കെ ഇച്ചിരി വെള്ളം കയറട്ടെ. ഇനിയിപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിലേ ഉള്ളൂ. നമുക്ക് ഇത് കൂട്ട് മാർച്ച് മാസത്തിലേ ഉള്ളൂ ഇത് കൂട്ട് സർവീസ്. അതെ നല്ല സൂപ്പറായി അല്ലേ? എവിടെ നിന്നാണോ? കണ്ണം മേടിച്ചോ? കണ്ണം മേടിച്ചു. അയ്യോ അടിയിലൊക്കെ അടിച്ചോ? ഏറ്റവും താഴെയൊക്കെ അടിച്ചു. അല്ല അത് പുറത്തോട്ടാ വെള്ളം പോന്നേ മുകളിലോട്ട്. അടിപൊളി കേട്ടോ എൻ്റെ മോനെ. പണി ചെയ്ത് വേണേലും അല്ല എന്നാ പണി ചെയ്താണേലും ജീവിക്കുമെന്ന് മനസ്സിലായല്ലോ. പെയിന്റ് അടിയോ കാർ വാഷോ എന്തേലും എന്നാലും കൊള്ളാം. അപ്പം ചേട്ടായി ഉണ്ടല്ലോ ഞങ്ങളോട് സ്കൂട്ടിയും കാറും ഒക്കെ കൈ വെക്കണമെന്ന് പറഞ്ഞിട്ട് രാവിലെ കണ്ണൻ്റെ അടുത്ത് പോയി കാർ വാഷ് എടുത്ത് തന്ന്. എന്നിട്ട് ഇപ്പം വിളിച്ച് ഓർഡർ ചെയ്തേക്കാം ചുറ്റുമതിലൊക്കെ ഒന്ന് കഴുകിയിട്ടാ കേട്ടോ. എന്നത്തിനാണെന്നറിയോ? പെയിന്റ് അടിക്കാനത്. ഞാൻ പറഞ്ഞു പിന്നെ അത് എന്തേരം പാടാന്ന് പറഞ്ഞപ്പോൾ പറയാം എന്നാൽ രാത്രി ഞാൻ വന്നിട്ട് കഴിക്കോളാം ഒരു ഡയലോഗ്. അത് കേട്ടതേ ദേണ്ട ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ പപ്പായ്ക്ക് അറിയാം നിങ്ങളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കണമെന്നൊക്കെ 5 ഡയലോഗ് പപ്പായ്ക്ക് അറിയാം. വേണ്ട ഈ ഏറ്റവും അല്ല അത് ഇത് തേച്ച് കഴിഞ്ഞാ ഇത് തേച്ച് കുറച്ചാ. ആണെ ഒരു ശല്യമില്ല. കല്യാണം ഉണ്ടായത് ഇത്രയും നേരം. കല്യാണം ഇപ്പം ഇറങ്ങിപ്പോയതാ കേട്ടോ. എൻ്റെ ഏമ്മ പൂ പറിക്കും കാ പറിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. ഏതായാലും ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇതിന് സൗണ്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. അപ്പോൾ ഈ തൂണ് കഴുകി അപ്പുറത്തുകാരുടെ കാറ് നോക്കി കാറേ മൊത്തം അഴുക്കായി. ഇനിയിപ്പോൾ നമുക്കേ അല്ലെങ്കിൽ ഈ മെഷീൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞ അനീസിനോട് കൊടുക്കുക കാറൊന്ന് കഴുകട്ടെ എന്ന് കണ്ടോ. അപ്പം അതും കഴുകട്ടെ. അവരുടേത് കഴുകി കുട്ടപ്പനാക്കി സെറ്റാക്കി കൊണ്ട് വെച്ചു. എൻ്റെ മയിൽവാഹനം കഴുകി സെറ്റാക്കി ഇവിടെയും വെച്ചു. ആയിരുന്നു പണിയെടുക്കാൻ ആളില്ലാതെ വിഷമിച്ചു.
കുടിക്കോടി നോക്ക വിച്ചിച്ചേട്ടയുടെ കയ്യിൽ അത് മേടിച്ചോ കൊച്ച്, ഒന്നും ഓർക്കണ്ട. എനിക്ക് വാങ്ങിച്ചു അവിടെ ഇരിപ്പുണ്ട്. അത് കൊച്ചിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞ അയ്യോ പടി വേണ്ട. ഇപ്പൊ ചോറ് ഇട്ടിട്ട് അതേ പട്ടാളങ്ങളെല്ലാം ഇപ്പുണ്ട്. കളിയാ ഭയങ്കര അക്കമാ ഇവിടെ. അയ്യോ ഇതേ തലേ കുത്തി വീഴും ഇത്. എന്നാ പറഞ്ഞു എന്നാ പറഞ്ഞു ആ ഇന്നലെ താമസം വന്നു, ഞാൻ പറയാൻ മറന്നുപോയി. താമസം വന്നു ഇന്നലെ, ഒത്തിരി താമസം വന്നു. ആ അത് മുറുക്കണം, ഇവരുടെ ഇതല്ലേ വേണ്ട. ഓയ്യോ കെട്ടിപ്പിടിച്ച ഉമ്മ. നിന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്ക്. എല്ലാവരും കൂടെ ഇത്രയും നേരം കളിച്ചില്ലേ, എല്ലാവർക്കും കൂടെ കൊടുക്ക്. ആ അതൊക്കെ റെഡിയാടി, ആർക്ക് എണ്ണ കൊടുക്കാൻ മടിയൊന്നുമില്ല. ആ പൊട്ടിച്ചേരെ. ഒയ്യോ ഇതാരാ കൊണ്ട് തന്നെ? ചേച്ചിക്കുട്ടി അത് നന്ദി ചേച്ചി അലത്തിരിക്കണോ? ആ എല്ലാവർക്കും കൊടുക്ക്. പ്രീതിക്ക് കേക്ക് കൊടുക്കാൻ പോവാ കേട്ടോ. നമുക്ക് കേക്കൊക്കെ കൊണ്ട് തന്നു എൻ്റെ ദൈവമേ. എന്നിട്ട് പ്രീതിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാ. ആ മൊത്തം കഴിക്കില്ലേ, എല്ലാവർക്കും കൂട്ടുകാർക്ക് കൊടുക്കും. അങ്ങനെയാ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണില്ല. ആ ഇത്ര നേരം കളിച്ചില്ലേ അവരുടെ കൂടെ. ഓരോന്നോരോന്ന് എല്ലാവർക്കും കൊടുക്ക്. ഇവിടെ ഉണ്ട്, കല്യാണി ഉണ്ട് കാറിൻ്റെ പുറകെ ഉണ്ട്. ദൈവമേ ആ ഉണ്ടവിടെ കൊടുക്ക്. കല്യാണി അവിടെ ഉണ്ടടാ, ഉണ്ടടി. എന്താ ദൈവമേ ചേച്ചിക്കും കൊടുക്കണം. എടീന്നോ ചേച്ചീന്ന് വിളി. കൊടുത്തേരെ അവൻ്റെ കൊടുക്കാം, അവൻ കൊടുത്തോളൂ. ഈ ഒരു പ്രദേശം മൊത്തം നന്നായിട്ട് കഴുകി കേട്ടോ. തൂണും കഴുകി, തറയും കഴുകി. തറയൊക്കെ സെറ്റാക്കി കഴുകിയേ. ഭയങ്കര ചെളിയായിരുന്നു, അതെല്ലാം കഴുകി നീറ്റാക്കി. വിഷയമുണ്ടല്ലോ ഇവിടെ വരെ എത്തത്തുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് എത്തത്തില്ല. അപ്പോൾ ഈ നമ്മൾ ഈ തറയും കൂടെ കഴുകി ഇപ്പോൾ തൽക്കാലം നിർത്തുക. ഇത്രയൊക്കെ ഒന്ന് കഴുകി ഇവിടെ വരെയൊക്കെ ഒന്ന് ഒരുമാതിരിയൊക്കെ ഒന്ന് ഉണങ്ങി. അപ്പുറത്തോട്ടോട്ടൊക്കെ വെള്ളമാണ്. ഞാൻ താഴെ കഴിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം കഴുകിയിട്ട് അമ്മ കൊച്ചിനെ ഉറക്കാനായിട്ട് പോയി. പിന്നെ വിഷ്ണു അവിടെ കാറിനകത്തുണ്ടോ അതൊക്കെ എടുത്തിടുവോ, അതെല്ലാം കഴുകി കാറിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതുകൊണ്ടോ ഇവിടെയൊക്കെ ഉണങ്ങാനായിട്ട് ഇച്ചിപ്പാടാണ്. അതിന് ഞാൻ ഇച്ചിരി തുണി ഇട്ടിട്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കുക. അവിടെ ഒരു ബക്കറ്റ് കൊണ്ട് ചോദിക്കുമോ താഴെ ആയിരുന്നു കേട്ടോ പൊടി ചെളി. ആ കാറേ മഴക്കാലത്തല്ലേ, അല്ല മഴയല്ലായിരുന്നു, ഒപ്പടി ചെളി അവിടെ ലോറി വന്ന് ഇളകി കിടക്കുമായിരുന്നു. അത് അത്രയും പറ്റിയത്. എന്ത് പണി വേണത് എൻ്റെ പൊന്നെ. ഇനിയിപ്പോൾ ഏതായാലും അവിടെ കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ആ കൊച്ചിൻ്റെ വളയാ അല്ലേ? മാലയും വളയും എല്ലാം എടുത്തന്നെയാണ്. ആ സ്ലൈഡ് ഞാൻ എടുത്തുണ്ടോ ആദ്യമേ നീ ഉറങ്ങുമ്പോ? അയ്യോ ആ പിന്നെ ആ മുടി ഞാൻ കുറച്ച് വെട്ടിക്കൊണ്ടോ, എനിക്ക് വെക്കാം ഫ്രണ്ടില് സ്റ്റൈലാക്കാം. ആ അതിൻ്റെയാ. കമലെൻ്റെയാ. ആ ഈ കണ്ണമാമൻ രാവിലെ വന്നിരുന്നു കൊച്ചിന്റെ ചെവിയാടാ. അത് നിന്റെ ചെവിയൊന്നുമല്ല, ഞാൻ ചെവിയാണ്. ഞാൻ ചെവിയോടെ പറിച്ചോണ്ട് പോകും. ആ ചെവി ഞാൻ പറിച്ചോണ്ട് പോകുന്നു. അയ്യോ പിന്നെ ചെവിയില്ലാതെ ആ മാല എനിക്ക് വേണം. ആ മാല എൻ്റെ അല്ല. കണ്ണം തച്ചിട്ട് വന്നിരുന്ന് ഓരോന്ന് പറയുന്നത് കേട്ടോ. അതിനനുസരിച്ച് അവളും പറയുന്നുണ്ട്. മൂക്ക് ഞാൻ കൊണ്ടുപോകും. ആ അതിൻ്റെ അല്ല. ആ ചെവി ഞാൻ കൊണ്ടുപോകും. ചെവി നച്ചു വരട്ടെ, ഇവൻ നല്ല രണ്ടെണ്ണം കൊടുക്കാം അല്ലേ? നച്ചു ഇങ്ങോട്ട് വരട്ടെ അല്ലേ? കണ്ണമാമൻട്ട് കിട്ടട്ടെ. ആഹാ വരുമ്പോ അപ്പൊ എനിക്ക് ചെവി പറിച്ചു തരും. അയ്യോ
എന്നെ കിട്ടും നല്ലത് കിട്ടും നിനക്ക് അച്ഛൻ്റെ ഇത് കേട്ടോ. ചെവി എനിക്ക് തന്നിട്ട് എന്താണ് പറയുക, ഒരു പണിയും ചെയ്യാതെ നമുക്കിങ്ങനെ ഇരിക്കാവേ. കണ്ണമ്മാമനോട് കൂട്ടും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് വയക്കുണ്ടാക്കി ഇവിടെ ഇരിക്കാം നമുക്ക്, അല്ലേ? ഉണ്ടോ, ഒരു പണി നടക്കാൻ പറ്റത്തില്ല, ഇതാ പരിപാടി. അപ്പം വരുന്നുണ്ട് കേട്ടോ, കണ്ണനായിട്ട് പേടിപ്പിക്കുകയാണേ. അച്ചു എൻ്റെ പൊന്ന്. ഇതെന്താ നിങ്ങൾ ആഴ്ച ആഴ്ച മാറ്റിക്കൊണ്ടിരിക്കുകയാണോ സ്ഥലം എന്ന് നിങ്ങളെല്ലാം ചിന്തിക്കുമല്ലേ? അതെ, ഞങ്ങൾ ആഴ്ച ആഴ്ച മാറ്റും. അതാണ് സിന്ധു മമ്മി. അമ്മ ആ ഇങ്ങനെ വരുമ്പോ സ്പേസ് ഭയങ്കര കൂടുതൽ. നമ്മുടെ ഹാൾ ഇതെല്ലാം കൂടെ പോയ പറമാണ്ട ഹാളാണ് കേട്ടോ, ഭയങ്കര വലിപ്പമുള്ള ഹാളാ. ആ ഗ്യാപ്പ് ഇല്ല കേട്ടോ. അപ്പൊ അമ്മ തൂത്തുവാരാണ്, എനിക്കാണ് തുടയ്ക്കൽ. തുടയ്ക്കുന്ന പരിപാടിയൊക്കെ അപ്പനെ മാളെ തീറ്റ കൊടുത്ത് പരിക്കകത്ത് കയറ്റി കേറി പോക്കോ. അവിടുന്ന് ഇറങ്ങിയിട്ട് മുട്ടുകാല് തന്നെ ഓടിക്കണോ? ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇവളെ ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഇറങ്ങി കയറുകയും തിന്നുകയും പറഞ്ഞ എല്ലാം ചെയ്തോണ്ട് ഇച്ചിരി ഇച്ചിരി പൊടിയാ, അല്ലാതെ വേറെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. വരുന്നുണ്ട് പടാ, കണ്ടാ? ആ മുടി ഒന്ന് കണ്ണീന്ന് മാറ്റിയിടുവോ സാറാമ്മേ? സാറാമ്മ ഞങ്ങളെ ചീത്ത. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇനി ഒരു 5 മിനിറ്റ് കണ്ടോ, നേരെ കിടക്കുന്ന ഒരു കൊച്ചിന് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാ വാവ് ചുളുക്കിയിട്ടല്ലേ കേട്ടാ. പുറത്ത് കൊതുക് ചൂനന്റെ പോയി ഓടിച്ച. സൂപ്പർ എൻ്റെ പൊന്നെ. കല്യാണി കമ്പിത്തിരി കത്തിക്കുക കേട്ടോ, കല്യാണി കമ്പിത്തിരി കത്തിക്കുന്ന ഭാഗമാ. അതിന്റെ പടക്കത്തിന്റെ കീഴോട്ടൊന്നും പോരുതേ. ആ ചേട്ടായി വന്നെന്ന് തോന്നുന്നു, പാപ്പു വന്നെന്ന് തോന്നുന്നു അവിടെ. അയ്യേ പടക്കം പൊടിച്ചപ്പോഴത്തേനും പേടിച്ചു. അതാ ഈ പ്രാവശ്യം മേടിക്കാന്ന് മനഃപൂർവ്വം. പാപ്പു അല്ലേ വല്ലോട് മേടിക്കേണ്ടതാ. എൻ്റെ അമ്മ, ഇതാരാ ക്രിസ്മസ് അപ്പൂപ്പനോ? അല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരുന്നെല്ലാം ഒരു വിധത്തിലൊന്ന് തീർത്തത് എന്നോ ഭയങ്കര ആവേശമായിരുന്നു. അതെ അതെ, ആ മുണ്ട് കത്തുകയും ചെയ്ത് പടക്കം പൊട്ടിച്ചോ പേടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ. എന്നാ പിടിച്ചോ പാപ്പു, പാപ്പും പിടിച്ചോ പാപ്പു. വാ കൊണ്ടുപോകും ചെയ്യുമേ, കൊണ്ട് വെക്കണം അതിനകത്ത്. കൊണ്ടുപോയി ഞടുക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യുമേ. ഇവിടെ മാടാവിൻ്റെ അടുത്ത് ഇവിടെ കിടത്ത്, ഇവിടെ ഞടുക്ക് കിടത്ത്. ആ കണ്ടോ കുഞ്ഞുമാവ, കണ്ടോ കണ്ടോ ഉന്നിച്ചോ കിടക്കുന്ന കണ്ടോ. അമ്മച്ചാ കാത്തേക്കണേ, ഇവിയൊന്നും വെത്തല്ലേ, ഞങ്ങനെ കാപ്പി ക്രിസ്മസ അല്ലേ? പാട്ട് ഏത് പാട്ടോട്ടാ? ചൂമോ? ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. കളി കളി പോയോ? അപ്പൂപ്പൻ പോയോ? ഇവിടെ എവിടെയോ തൊട്ടടുത്ത് കരോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞപ്പൂപ്പൻ ഇത് വരയ്ക്കാത്ത കയറിയാൽ തോന്നുന്നു കേട്ടോ. ഇത് കുഞ്ഞുണ്ടീശ കയറിയോ? ഇത് കുഞ്ഞുണ്ടീശ കയറിയതാ തോന്നുന്നു. ആടെ ചൊപ്പി പോയി. അയ്യോ ഞാന് ജിംഗിൾ വേൽ ജിംഗിൾ വേൽ ജിംഗിൾ വേൽ. ആ കിച്ചുമശപ്പൂപ്പനാണേ. ആ കളിച്ചിട്ട് കളിക്ക്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ പാട്ടു ദേവനാമം കേട്ടു അതിന് അയ്യോ അപ്പൂപ്പൻ ഡാൻസ് കളിച്ച് കാഴ്ച മേടിച്ചു പോ.
പൊക്കത്ത് കിട്ട്. അല്ല പിന്നെ കാശ് മേടിച്ച് സഞ്ചിക്കകത്ത് കിട്ട്. അപ്പൂപ്പനാള് കൊള്ളാലോ. ഓ അന്നാ ഡാൻസ് കളിച്ചതിന് കാശും കിട്ടിയോ അപ്പൂപ്പന്? എന്ത് അത് ചെറുതായി പോയി, അത് വേണ്ടായിരുന്നു. മുടിയുള്ള ആനുണ്ടേ. ഞാനല്ലേ ഇവിടെ ഡാൻസ് കളിച്ച ആള്, എന്നിട്ട് നിനക്കാണ് കാശ് കിട്ടിയേ? ആ മുറുക്കപ്പാട്. എന്നെ കൊതിപ്പിക്കുകയാണ്. സിന്ധമ്മ അകത്തോട്ട് ഓടിയത് മുട്ടായി തപ്പാണ്ടാട്ടോ. ഇവിടെ പൈസ കിട്ടിയപ്പോ ആള് പോവാണ് കേട്ടോ. വെട്ടമില്ല, അതാണ് ഒരു പോരായികയായിട്ട് വന്നേക്കുന്നത്, വേറെ എല്ലാം സെറ്റാണ്. കൊങ്ങനും കുത്തി കാണിക്കുന്നു. എന്റെ ദൈവം, ബാപ്പുവിന് ഒരു ദിവസത്തെ പണിക്കാശ തിരിച്ചു കൊടുത്തേക്ക്. അതിന്റെ ഒരു കോപ്രായ കേടിയില്ല ദൈവം. ഞങ്ങള് ഇവിടെ എമർജൻസി ലൈറ്റ് പിടിച്ചാ നിക്കുന്നത്. നല്ല മഞ്ഞും നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര മഞ്ഞൊക്കെ ഉണ്ട്. താഴ്ത്താര് വടക്കൊക്കെ പൊട്ടിച്ച് കയറി പോയിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഉണ്ടായിരുന്നു. Jingle bell, jingle on the way. Oh, what fun it is riding on one wind. Oh, jingle bells. മുട്ടായി ഇട്ട് തരാവേ. ഇതിനകത്ത് മുട്ടായി അമ്മ ഇട്ട് തരാവേ. എല്ലാവർക്കും സമ്മാനം കൊടുക്കണേ കൊച്ചേ. പാപ്പൂനുള്ളത് പ്രത്യേകിച്ചുള്ളതാ കേട്ടോ. സമ്മാനം കൊടുക്ക, എല്ലാവർക്കും സമ്മാനം കൊടുക്ക്. സമ്മാനം ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാം. എന്റെ പൊന്നെ, ഹാപ്പി ക്രിസ്മസ്. ഇനി അമ്മയ്ക്കാ എനിക്ക് മുട്ടായി കിട്ടരുതേ. അമ്മുന വിക്സാ, അമ്മുന വിക്സ് മിഠായി. എന്തിനാ അപ്പൂപ്പ തന്ന് വെറുതെ ബുദ്ധിമുട്ടിയേ? അത് വിക്സ് ആണോ? ഇവിടുത്തെ കാലാവസ്ഥക്ക് ഈ മുട്ടായാണ് നല്ലത്. നല്ല മുട്ടായി എടുത്ത് അപ്പൂപ്പ 500 രൂപ മുട്ടായും കയ്യിലോ. ഇവിടെ എവിടെ എങ്ങാണ്ട് കരോളുകാർ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അപ്പുറത്താന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നുണ്ട്. അയ്യോ കരോളുകാരും കൂടെ വന്നാലും നല്ല പൂരമാണ്. ചാട്ടവും കഴിഞ്ഞ് കേറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞോ? ഒരു കാശ് അമ്മയ്ക്ക് താടി. 8 രൂപ പൈസയാ. ഒരച്ചുൻ്റെ ആണോ? ഏതേലും ഒരെണ്ണം അമ്മച്ചിരിയാ? അച്ചു തന്നാണോ ഇത്? ഒരെണ്ണം കൂടെ അമ്മച്ചിരി തരാവോ? ആണോ? ചഞ്ചിക്കകത്ത് ഇടാനുള്ളതാണോ? ചഞ്ചിക്കകത്ത് ഇടണോ? എന്റെ പൊന്നെ, തന്നിട്ട് തിരിച്ചു മേടിക്കുന്നപ്പ ഇന്നത്തിടണോ? ചഞ്ചിക്കകത്തോ? 8 രൂപ കാശ. എന്റെ പൊന്നെ കിശുമിശപ്പൂപ്പന് 8 രൂപ കാശ കിട്ടിയിട്ടുണ്ടോ? അച്ചു 3 കാശ് കൊടുത്തു, പാപ്പു 1 കാശ് കൊടുത്തു. നിന്റെ അച്ചു തന്നാണോ അത്? ആണോ? ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ടോ ഡാൻസ് കളിച്ച്. ഓ സഞ്ചിക്കന്ന് പോകാതെ സഞ്ചി കാലിനെടുത്ത് വെച്ചു. എന്റെ ദൈവമേ, കാശ് പോകാതിരിക്കാനാ കേട്ടോ.